ഇസ്താൻബുൾ തെരുവുകളിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. തേരാപ്പാര. അതെ. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാർട്ട് 1 ആയിട്ട് ഇസ്താൻബുളിൽ പോയ കാര്യമൊക്കെ ഇട്ടിരുന്നു. അവിടെ വെച്ച് നീർജയെ കണ്ടു. പിന്നെ ഞങ്ങൾ കറങ്ങാൻ പോയ ഇസ്തിക്ലാൽ സ്ട്രീറ്റ്, അവിടുത്തെ കാഴ്ചകൾ, ഹഗിയ സോഫിയ, അതിൻ്റെ ഹിസ്റ്ററി, ബ്ലൂ മോസ്കിൻ്റെ കഥയെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് ബോസ്ഫറസ് ക്രൂസിലാണ് പോകാൻ പോകുന്നത്. റെക്കോർഡായില്ല ഗൈസ്. സഞ്ചാരത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസ്താൻബുൾ തെരുവുകളിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. തേരാപ്പാര. അതെ. സിറീനോട് വഴി ചോദിച്ച് ഭാഷ അറിയാതെ 2 മലയാളികൾ. വാ, വാട്ട് എ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ലേഡീസ്. വെറുപ്പിക്കുന്നതിന് കത്തില്ലേ. ഞങ്ങൾ ടെസ്റ്റി കബാബ് എന്ന് പറഞ്ഞ ഒരു കബാബ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പട്ടി ഷോ ഒക്കെ കഴിഞ്ഞ് ഇയാളുടെ ഒരു ചട്ടി ഷോ കാണാം. സമയം ഏകദേശം 2:45 ആയതുകൊണ്ട് ഞങ്ങളുടെ കുടലും ഏകദേശം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ, കുറേ വെജിറ്റബിൾസും അതിൻ്റെ ഗ്രേവി മസാലകളെല്ലാം ആയിട്ട് തീയിൽ വെച്ച് ഒരു ചട്ടിയിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് എടുക്കുന്ന ഒരു ഗ്രേവി ഉള്ള ഒരു ഡിഷാണ് ടെസ്റ്റി കബാബ്. പെർഫെക്റ്റ് ആയിട്ട് ചട്ടി പൊട്ടിച്ചു. ചിക്കനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ജാൻവി എല്ലാം പണ്ട് ഇവിടെ വന്ന് കഴിച്ച് പറഞ്ഞ് കേട്ടിട്ടാണ് ഞങ്ങളിത് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് അത്യാവശ്യം ടേസ്റ്റുള്ള ഡിഷാണ്. അതിൻ്റെ കൂടെ ഹുമ്മസും നമ്മുടെ റോട്ടി പോലത്തതും പിന്നെ കുറച്ച് റൈസും കഴിച്ചു. ഇനി ബോസ്ഫറസ് ക്രൂസിന് ഞങ്ങളുടെ ബോട്ടിനടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. ആ യെല്ലോ കുട പിടിച്ചാണ് ഞങ്ങളുടെ ഗൈഡ്. ഹഗിയ സോഫിയയും ബ്ലൂ മോസ്കും കണ്ട ശേഷം ആ സെയിം ദിവസമാണ് ഈ ക്രൂസിന് കയറിയത്. മൈക്കിൽ കൂടെ ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു ഓരോരോ മോണ്യുമെൻറ്റ്സും സൈഡിൽ ഇങ്ങനെ നമുക്ക് കാണാം. Its historical center is in the shape of the peninsula, so it is called the historical peninsula. Благодаря доминирующему голубому цвету из рассол. സീ ഓഫ് മാമാറായും ബ്ലാക്ക് സീയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കടലെടുക്കാണ് ഈ ബോസ്ഫറസ് സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ ക്രൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്താംബുളിലുള്ള എല്ലാ മേജർ അട്രാക്ഷൻസും ബ്ലൂ മോസ്കും ബാക്കി പാലസും എല്ലാം നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങളൊരു വലിയ ഫാമിലീൻ്റെ കൂടെയോ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെയാണ് വരുന്നതെങ്കിൽ നൈറ്റ് ക്രൂസിന് പോവാം. അപ്പോൾ നമുക്ക് ബെലി ഡാൻസിങ്, സൂഫി ഡാൻസിങ് ഇതൊക്കെ കാണാൻ പറ്റും. ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ രാത്രി ട്രാവൽ അത്ര സേഫ് അല്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈവനിങ് ട്രിപ്പിന് പോയത്. അല്ലെങ്കിൽ ഗുസ്തി, ഖറാട്ടി, ഗളരിപ്പയറ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ക്രൂസ് 4 മണി തൊട്ട് 6 മണി വരെ ആയിരുന്നു. ബോസ്ഫറസിൻ്റെ 2 സൈഡിൽ കര ഇസ്താൻബുൾ ആണെങ്കിലും ഒരു സൈഡ് യൂറോപ്പും മറ്റേ സൈഡ് ഏഷ്യയുമാണ്. ഇത് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ക്രൂസിനിടയ്ക്ക് ഞാനൊരു ടർക്കിഷ് കോഫി കുടിച്ചു. നല്ല കടുപ്പത്തിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പിൻ്റെ 1/4 ഭാഗം കാപ്പിപ്പൊടിയായിരുന്നു. തിരിച്ചു പോകാനൊരു ടാക്സിയാണ് കിട്ടിയത്. അയാൾ ഞങ്ങളെ ചെറുതായിട്ട് പറ്റിച്ചു. ആദ്യം പറഞ്ഞതിനേക്കാൾ ഒരല്പം കൂടുതൽ വാങ്ങിച്ചു. വൈകിട്ട് ഞങ്ങൾ നടന്ന് ഗലാട്ട ടവറിലെത്തി. എനിക്കത് കേട്ടപ്പോൾ ഗല 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 ഗലാട്ട പാട്ട് ഓർമ്മ വന്നു. ഗലാട്ട ടവറിൽ ഒരു കഫേയാണ്. അതിൻ്റെ പേര് പിയാന കവീസി എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഗലാട്ട ടവർ എന്ന് പറയുന്ന പണ്ടത്തെ വാച്ച് ടവറും ആയിരുന്നു, പണ്ടത്തെ ഒരു പ്രിസൺ ആയിരുന്നു. ഇവിടുത്തെ കഫേയിൽ ഇൻസ്റ്റാഗ്രാമേഴ്സ് എല്ലാം കൂടെ ഒരു ഭയങ്കര വൈറലാക്കിയ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ് കിട്ടുന്നത്. വേറെ പല ടൈപ്പ് പേസ്ട്രീസ് എല്ലാം ഉണ്ട് അവിടെ, പക്ഷേ ഈ കേക്കാണ് ഇവിടെ ഭയങ്കര ഫേമസ്. വിത്ത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് കഴിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. ഒരുപാട് കടുത്ത മധുരമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു നല്ല കേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ മുഴുവൻ ഹിസ്റ്ററി ആയിപ്പോയാണ്. ഈ പ്രാവശ്യം കൂടുതൽ ഫുഡിൻ്റെ കാര്യമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ബേസിക്കലി ഒരു ഫുഡ് വ്ളോഗാണ്. പിന്നെ ഇത് ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് ടീ. അവരുടെ ഗ്ലാസ്സിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. സാധാരണ ബ്ലാക്ക് ടീനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണിത്. ഇറാനിന്ന് തന്നെ വായിക്കണേ, സമാധാനം എന്നാണ് ടർക്കിഷിലർത്ഥം. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ എൻജോയ്. വഴിയിലുള്ള ഷോപ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇസ്തിക്ലാൽ സ്ട്രീറ്റിൽ തന്നെ എത്തി, ഹോട്ടലിലെത്തി. ഇത് കുറച്ച് ഫ്ലാഷ് ബാക്കാണ്. ഞങ്ങൾ രാവിലെ പോയപ്പോൾ വഴി കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു.
ചോദിച്ചിട്ട് ആർക്കും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. പിന്നെ ട്രാൻസ്ലേറ്റർ ഇടാനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടാൽ ഇപ്പോൾ 2 മണ്ടത്തരം കേൾക്കാം. ഞങ്ങൾ ബ്ലൂ മോസ്കിൻ്റെ ഒരു ഭാഗത്തെത്തി എന്നാണ് വിചാരിച്ചത്. ആക്ച്വലായിട്ട് ഇത് വേറൊരു മോസ്കായിരുന്നു. ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അകത്ത് കയറി. പിന്നെ തലയിൽ ഒരു സ്കാർഫ് ഇടണമെന്നേ ഉള്ളായിരുന്നു. പിന്നെ അത് ഞങ്ങൾ കോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വളരെ ഭംഗിയുള്ളതും നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോസ്കായിരുന്നു. വന്ന നഷ്ടമായില്ല. ഒരു സുൽത്താൻ്റെ അമ്മയായിട്ടുള്ള സുൽത്താനയുടെ ടൂമ്പും കൂടെ ഉള്ള ഒരു മോസ്കായിരുന്നു അത്. ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്പർ ഇടാഞ്ഞത്. ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഇൻറ്റീരിയറൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ ഒരു ഫിലിപ്പിനോ ലേഡീനെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവരാണ് അടുത്ത ട്രാമിൽ കയറാനുള്ള ഇത് പറഞ്ഞ് ഞങ്ങളങ്ങനെ കറക്റ്റ് സ്റ്റോപ്പിലെത്തി. ഗൂഗിൾ മാപ്പ് ചതിച്ചെങ്കിലും ഈ സാധനം ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാം നമുക്ക്. ടർക്കിഷ് ബ്രെഡായിട്ടുള്ള സീമിക്താണ് ഇത്. ഇതിനകത്ത് ന്യൂട്ടല്ലായോ ഒക്കെ ചേർത്തിട്ടാണ് പിന്നെ കഴിക്കുന്നത്. അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ ടേസ്റ്റൊന്നുമല്ല, ആവറേജ് ടേസ്റ്റാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഹാഗിയ സോഫിയയും ബ്ലൂ മോസ്കും കാണാൻ പോകുന്ന ഭാഗമൊക്കെ ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു. നേരത്തെ ഗാലാട്ട ടവറിൽ പോയത് കാണിച്ചിരുന്നല്ലോ. ഞങ്ങൾ അതിന് ശേഷം ഒരു സാധനം കൂടെ കഴിച്ചിരുന്നു. അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പൂച്ചയും കൂടെ വന്നിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഡിഷ് സ്റ്റേക്ക് ആണെങ്കിലും ഞങ്ങൾ കഴിച്ച ബർഗറാണ്. അതാണിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ മുഖം പോലെ തന്നെ ഉണ്ടോ? ഫ്രഷ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. ലോകം മുഴുവൻ 10-28 സ്ഥലത്ത് ബ്രാഞ്ചുള്ള സോൾട്ട് ബേയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള നുസ്രത്ത് ഗോഡ്ഷെ അല്പം ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളാന്ന് തോന്നുന്നു. അയാളിങ്ങനെ സീസൺ ചെയ്യുന്ന സ്റ്റൈലാണ് ഭയങ്കര വൈറലായത്. മില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു ടർക്കിഷ് ബച്ചർ ടേൺഡ് ഷെഫാണ്. എൻ്റെ ഫോട്ടോ എടുപ്പുകാരൻ ക്ഷമ നശിച്ച നീർജയുടെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. എന്തോ ബാങ്ക് കൊള്ളയടിക്കാൻ വന്ന പോലെയാണ്. ഒരു ബ്ലാക്ക് ഗ്ലൗസൊക്കെയാണ് തന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ കഴിച്ച ബ്ലാക്ക് ബർഗറാണ്. ബണ്ണ് ബ്ലാക്ക് കളറാക്കാൻ സ്ക്വിഡിൻ്റെ ഇങ്കാണ് ആഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. ഇവർ സെർവ് ചെയ്യുന്ന സ്റ്റൈലെല്ലാം കാണാൻ നല്ല രസമാണ്. ഓണറിനെ പോലെ തന്നെ. 3-ാമത്തെയും 4-ാമത്തെയും ദിവസം ഞങ്ങൾ പാമുക്കലയിലാണ് പോയത്. അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. കൊല്ലാൻ കൊണ്ടുപോവാണോ? 5-ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിൽ ഇസ്താൻബുളിലെത്തി. ബ്ലൂ മോസ്കിൻ്റെയൊക്കെ അടുത്തുള്ള വേറൊരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു 2 മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇറങ്ങി. ഗൂഗിൾ മാപ്പിൽ 7 മിനിറ്റ് എന്ന് കാണിച്ചെങ്കിലും കുത്തനെ ഉള്ള റോഡായതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. പൂച്ചകൾ മാത്രമല്ല പട്ടികളും ഉണ്ട്. അടുത്ത ലഞ്ചായിരുന്നു. ഡോന കബാബാണ് കഴിക്കാൻ പോയത്. ഇപ്പോൾ നമ്മുടെ ഷവർമ പോലെ തന്നെ, പക്ഷേ ക്യാബേജും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മീറ്റ് തന്നെയാണ് ഫുൾ. മീറ്റിനകത്ത് കുറച്ച് ടൊമാറ്റോ ഒക്കെ അരച്ച് ചേർത്ത പോലെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു ബക്ലവായും കൂടെ അടിച്ചിട്ട് ഗ്രാൻഡ് ബസാറിലോട്ടാണ് പോയത്. ഗ്രാൻഡ് ബസാറിൽ ഗോൾഡും സിൽവറൊക്കെ വാങ്ങിക്കാനാണ് നന്നായിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ വേറെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടർക്കിഷ് ലൈറ്റ്സ് ആണ്. ഓട്ടോമാൻ ഇൻസ്പയർഡ് ഡിസൈൻസ് ആണ് ടർക്കിഷ് ലൈറ്റ്സിലുള്ളത്. ഭയങ്കര കളർഫുള്ളാണ്. ഗ്രാൻഡ് ബസാറിൽ എല്ലാത്തിനും അവർ വില ഒരുപാട് കൂട്ടിയാണ് പറയുന്നത്. ബാർഗെയിൻ ചെയ്താണ് ആളുകൾ വാങ്ങിക്കുന്നത്. ബ്രാൻഡഡ് സാധനങ്ങൾ ഡിസ്കൗണ്ടിലും പിന്നെ അതിൻ്റെ ലുക്ക് ലൈക്കും ഒക്കെയാണ് അവിടെ കിട്ടുന്നത്. ഞാൻ അധികമൊന്നും വാങ്ങിച്ചില്ല. ഈവിലായി, മൊമെൻറ്റോസ്, പിന്നെ ടർക്കിഷ് ടീ കപ്സ്, പിന്നെ ഈ ലൈറ്റ് ഞാൻ ഒരെണ്ണം പൊട്ടാതെ കൊണ്ടുവന്നു. ടർക്കിഷ് ലീറ ആണ് ഇവിടുത്തെ കറൻസി. യൂറോയും എടുക്കും. നീർജ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പാർലർ കണ്ടപ്പോൾ മുടിയൊക്കെ വെട്ടി കുട്ടപ്പയാക്കി. പിന്നെ ഇവിടെ വരുന്നവർ മിക്കതും പോകുന്ന ഹമാം ബാത്തിനാണ്. നിങ്ങളാരെങ്കിലും തേച്ച് കുളിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹമാം ബാത്തിന് പോവാം. ഞങ്ങൾ പോയില്ല. ആ സമയം കൂടെ സ്വീറ്റ്സ് അടിക്കാനാണ് പോയത്. ബക്ലവ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഹാഫിസ് മുസ്തഫ. ബക്ലവൻ്റെ നടുക്ക് ഐസ്ക്രീമാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴത്തെ ഒരു പിസ്താഷ്യോ ലെയറാണ്. മസ്റ്റായിട്ട് ഹാഫിസ് മുസ്തഫ എന്നാണ് സ്വീറ്റ്സ് വാങ്ങിക്കേണ്ടത്. ടിപ്സ് പറയുകയാണെങ്കിൽ ടാക്സിക്കാരെ കുറച്ച് സൂക്ഷിക്കുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസോ ഷൂസോ മാത്രം ഇടുക. കുറേ നടക്കാനുള്ളതാണ്. കൂടുതൽ ബക്ലവ വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് നീരജയുടെ ഫ്രണ്ട്സ് തന്ന സജഷനായിരുന്നു. എനിക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസം കൂടെ നിന്ന് ടോപ്പ് കാപ്പി പാലസും കൂടെ കണ്ടേനെ. അത് മിസ്സായിപ്പോയി. ഫ്രീ ക്യാൻസലേഷനുള്ള ഹോട്ടൽസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടാൽ നല്ല ഓഫേഴ്സ് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.